കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരൻ പവനനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ കക്കാട് പള്ളിപ്പുറം സ്വദേശിയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തത്. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണേന്ദു, കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തിങ്കളാഴ്ചയാണ് സുരക്ഷാ ജീവനക്കാരനായ മയിൽ കൈരളം സ്വദേശി പവനെ ആക്രമിച്ചത്. ഈ കേസിലാണ് കക്കാട് പള്ളിപ്പുറം സീനത്ത് മൻസിലിൽ VP മുഹമ്മദ് ദിൽഷാദിനെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. ദിൽഷാദ് പവനുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുന്നതും പിടിച്ച് തള്ളുമ്പോൾ വീഴുന്നതുമെല്ലാം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇത് ഇന്നലെ കണ്ണൂർ വിഷൻ പുറത്തു വിടുകയും ചെയ്തിരുന്നു. ഇതിൽ പരാതി കിട്ടിയ ഉടൻ തന്നെ സിറ്റി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സിറ്റി ഇൻസ്പെക്ടർ K സനിൽകുമാർ, SI മാരായ ധന്യ കൃഷ്ണൻ, RP വിനോദ്, രാജീവൻ, ASI C രഞ്ജിത്ത്, CPOമാരായ ഷിനിൽ, ഷിജില എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. വീഴ്ചയിൽ പവനന്റെ ഇടതു കൈവിരലിന് പൊട്ടലും ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചതിൽ ആശുപത്രി ജീവനക്കാരും കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അവർ അവിടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം. ആശുപത്രി സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതോടെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോയത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ആശുപത്രി സംരക്ഷണ നിയമം അടക്കം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ രാവിലെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പമാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ദിൽഷാദ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. ട്രോമ കെയർ ബ്ലോക്കിന്റെ കവാടത്തിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ച യുവാവിനോട് ഈ പവനൻ, സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പവനൻ, സന്ദർശക പാസ് വേണം എന്ന് പറയുകയായിരുന്നു. പാസ് ചോദിക്കാൻ താനാരാ, പിണറായി വിജയനോ എന്ന് ചോദിച്ചാണ് തന്നെ ആക്രമിച്ചതെന്നാണ് പവനന്റെ മൊഴി. ഇത് സംബന്ധിച്ച് ഈ രീതിയിലാണ് പവനൻ പോലീസിലും മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കൃഷ്ണേന്ദു.